ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ ആകാശിൻ്റെ മനസ്സിൽ ഇപ്പോൾ തന്നോടുള്ള ഒരു സ്നേഹവും ഇല്ല. പണ്ട് തൻ്റെ കൂടെ ജീവിക്കുമ്പം എന്തൊക്കെ ചെയ്യണമെന്നാണോ അവൻ ആഗ്രഹിച്ചത്, അതെല്ലാം അവൻ ചാരുവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ട് ആകെ ഭ്രാന്ത് മൊത്ത അവസ്ഥയിലാണ് കേട്ടോ ശ്രേയ നിൽക്കുന്നത്. ഇനിയും എൻ്റെ ആകാശിനെ അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. ആകാശിനെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനം അവിടെ എടുക്കാൻ കേട്ടോ. അതിനുവേണ്ടി ഓരോരോ തന്ത്രങ്ങൾ പയറ്റി നോക്കുകയാണ്. ആകാശിൻ്റെ മനസ്സിലിപ്പോൾ തന്നോടൊരു തരുമ്പ് സ്നേഹം പോലും ഇല്ല എന്നുള്ള കാര്യം അവൻ ചാരുവിന് വേണ്ടി ആ മണിയറ ഒരുക്കുമ്പോഴാണ് കേട്ടോ ശ്രേയ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്. എത്ര സന്തോഷത്തോടെയും ഒരു എത്രമാത്രം ആഗ്രഹത്തോടെയാണ് ആ മണിയറയിൽ പൂവൊക്കെ ആകാശം ഇങ്ങനെ നുള്ളിയിടുന്നതെന്നൊക്കെ ഓർത്തിട്ട് ശ്രേയയ്ക്ക് കലിമൂക്കാണ് കേട്ടോ. എല്ലാം കണ്ടിട്ട് അവൾ ഓരോന്ന് പ്ലാൻ ചെയ്യുകയാണ്. എങ്ങനെയും ഇവരുടെ ഈ ഒരു ഫസ്റ്റ് നൈറ്റ് കുളമാക്കണം എന്നുള്ള ആ ഒരു ഹണിമൂൺ യാത്ര തന്നെ കുളമാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ. എന്ത് വില കൊടുത്ത് അവരെ സന്തോഷത്തോടെ ജീവിക്കാൻ വിടില്ല എന്ന് ഉറച്ചിട്ടാണ് ശ്രീയ അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആകാശാണെങ്കിൽ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു റൂമിലെത്തുകയാണ് കേട്ടോ. എത്തുന്നവരൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ശ്രേയയ്ക്ക് അവൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ താൻ ഇതുപോലൊരു മൂന്നാർ ട്രിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുത്തത് തൻ്റെ തന്നെ അബദ്ധമായിരിക്കുമോ എന്നൊക്കെ ശ്രേയ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി അവരെ സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല എന്ന് തീരുമാനിച്ചിട്ട് നമ്മുടെ ശ്രേയ പോലീസിനെ അറിയിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ ഒരു റൂമിൽ അനാശാസ്യം നടക്കുന്നുണ്ട്, റൂം നമ്പർ 501 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ആകാശ് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, തൻ്റെ സ്നേഹമൊക്കെ ചാരുവിനോട് പറയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് ഈ ഒരു പോലീസുകാരെത്തിയിട്ട് ഇവരുടെ ഡോറിന് നോക്ക് ചെയ്തതും ആകാശവും ചാരുവും കൂടി വന്ന് ഡോറ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പം 3-4 പോലീസുകാരെ കണ്ടതും ആകാശ് എന്താ സാറിന് ചോദിക്കുകയാണ് കേട്ടോ. അതിൽ എന്താ സാറിനോ, അത് ഞങ്ങൾ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്, എന്താ ഇവിടെ രണ്ടുപേരും കൂടെ, ഓ അപ്പോൾ ബെഡിലേക്കൊക്കെ നോക്കുകയാണല്ലോ, അത് കൊള്ളാം, നല്ല ഒരുക്കത്തിലായിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലോ, നമ്മളെന്തായാലും കറക്റ്റ് സമയത്താണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങാം കേട്ടോ. ഉടനെ തന്നെ ആകാശ് ചോദിക്കുകയാണ്, സാറെന്താ ഉദ്ദേശിച്ചത്, അല്ല എന്തിനാ സാറ് വന്നത്, കാര്യം പറയണമെന്ന് പറയാം കേട്ടോ. ഓ സാറിന് തിരക്കുണ്ടോയെന്ന് അയാൾ തിരിച്ചും ചോദിക്കുകയാണ് കേട്ടോ. അതെ തിരക്കുണ്ട്, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ദേഷ്യത്തോടെ ആകാശ് ചോദിച്ചപ്പോൾ, ഓ വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടാതെ, അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ ഇവിടെ ഇടപാട്, അതാണല്ലോ ഞങ്ങൾക്ക് അറിയേണ്ടത്, സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഉടനെ തന്നെ ചാരുവും ചോദിക്കുകയാണ് കേട്ടോ. എന്താ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം, ഇത് നിൻ്റെ ആരടി കൊച്ചെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ ഭർത്താവാണെന്ന് ചാരു പറയാം കേട്ടോ. ഭർത്താവോ, എന്താ കല്യാണം രജിസ്ട്രേഷൻ്റെ ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ. അതൊന്നും കൊണ്ട് ഞങ്ങൾ നടന്നിട്ടില്ല, അതിനിപ്പോൾ എന്താ, ഇതെൻ്റെ ഭാര്യ തന്നെയാണ് ആകാശം പറയാം കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിന് സാക്ഷിയായിട്ട് മുഖത്ത് പുഞ്ചിരിയുമായിട്ട് ശ്രേയ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയായിരുന്നു. അപ്പോഴാണ് പോലീസുകാരനോട് ഇവർ പറയുന്നത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെയാണെന്ന്. ആകാശ് എത്ര പറഞ്ഞിട്ടും പോലീസുകാരൻ എന്നാലേ നിങ്ങളുടെ കല്യാണക്കത്ത് കാണിക്കാൻ പറയാൻ കേട്ടോ. അങ്ങനെ കല്യാണക്കത്ത് കാണിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആകാശ് അതിൻ്റെ ഫോട്ടോ ഫോണിൽ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടതും ഓ ഇനി സാറ് പൊക്കോളൂ എന്ന് പറയാം കേട്ടോ. സാർ എന്തൊക്കെയാണ് ഇവിടെ മോശമായിട്ടല്ലേ പെരുമാറിയത്, ഭാര്യയും ഭർത്താവും തന്നെയാണ് ഞങ്ങൾ, പിന്നെ എന്തിനാ ഇങ്ങനെ മോശമായിട്ടൊക്കെ പെരുമാറുന്നതെന്നൊക്കെ ചാരു ചോദിച്ചപ്പോൾ കല്യാണക്കത്ത് കാണിക്കാൻ പറഞ്ഞപ്പോൾ കാണിച്ചു, പക്ഷേ തൻ്റെ പേരെന്താ, ആകാശ് എന്ന് പറയാം കേട്ടോ. എന്നിട്ട് ഇതിൽ ആകാശമല്ലല്ലോ, ഇതിൽ പേര് വേറെയാണല്ലോ വരൻ്റെ സ്ഥാനത്ത് എന്ന് പറയുകയാണേ. അത് കേട്ടതും നമ്മുടെ ശ്രേയ അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. ചാരുമൊക്കെ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. ആകാശമൊന്നും മിണ്ടാതെ ആയിപ്പോയിട്ടോ. ഞങ്ങൾ ഭാര്യ ഭർത്താവുമാണെന്ന് സാറിനോട് പറഞ്ഞില്ലേ, പിന്നെ സാറ് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയലല്ല ഞങ്ങളുടെ പണിയെന്ന് ചാരു പറയട്ടോ. ആഹാ ദേഷ്യം വരുന്നുണ്ടല്ലേ, അതെ സാറ് പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ, അത് തന്നെ, സാറ് ഒന്നുകൂടി മാന്യമായിട്ട് പെരുമാറണമെന്ന് ചാരു പറയാണ് കേട്ടോ. മാന്യത അത് ഉള്ളവരോടല്ലേ കാണിക്കേണ്ടത്, ഇതുപോലെ വരുന്നവരോടും ഇങ്ങനെ താമസിക്കുന്നവരോടൊക്കെ എത്രമാത്രം മാന്യത കാണിക്കണമെന്നേ എനിക്കറിയാമെന്നൊക്കെ അയാൾ അവിടുന്ന് പറയാം കേട്ടോ. സാർ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതേ എൻ്റെ ഭർത്താവ് തന്നെയാണ്, എൻ്റെ അമ്മാവൻ്റെ മകൻ, എൻ്റെ മുറച്ചെറുക്കൻ, നാട്ടുകാരെയും വീട്ടുകാരെയും സാക്ഷി നിർത്തി എൻ്റെ കഴുത്ത് താലി കെട്ടിയ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ. അത് കേട്ടതും പോലീസുകാരെ ഉത്തരവില്ലാതെ നിൽക്കുകയുണ്ടോ. ശ്രേയ ആണെങ്കിലോ ചാരുവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ബോൾഡായിട്ടൊരു മറുപടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. തന്നെ ഭർത്താവായിട്ട് അംഗീകരിച്ച് ചാരു കൈ പിടിച്ചതും ആകാശിൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരനാണെങ്കിലോ ആകെ എളിമ്പിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. സാറിന് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണോ, ഇതുപോലത്തെ ചോദ്യവും ഇതുപോലത്തെ
മെനക്കെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ വർത്തമാനം പറഞ്ഞ് വന്നാൽ ഇതായിരിക്കില്ല എനിക്ക് മറുപടി പറയാനുണ്ടാവുക എന്നുള്ള ഒരു താക്കീതോടു കൂടിയാണ് കേട്ടോ ചാരു പോലീസുകാരനെ നോക്കുന്നത്. പോലീസുകാരൻ ആകെ നാണം കെട്ടു കേട്ടോ. ശ്രേയയുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ടാണ് ഇതുപോലൊരു ഇടപാടിന് അങ്ങേര് ഇറങ്ങി പുറപ്പെട്ടത്. അതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങേര് പിന്നെ ബാക്കിയുള്ള സ്റ്റാഫിനെയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ശ്രേയാണെങ്കിലോ താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവളിങ്ങനെ ബോൾഡായിട്ട് നിന്നല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. പക്ഷേ ചാരുവിൻ്റെ മൂടാകെ മാറി കേട്ടോ. ആകെ ആകാശിൻ്റെ അടുത്തുനിന്ന് വേറെ ഈ ബെഡ്റൂമിലെ സെറ്റപ്പൊക്കെ കണ്ടിട്ട് ചാരുവിൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥയായിട്ട് ഓടി പോവുകയാണ് കേട്ടോ. ചാരു നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ആകാശ് പിറകെ പോകുന്നുണ്ട് കേട്ടോ. താൻ ഉദ്ദേശിച്ചത്ര വിജയിച്ചില്ലെങ്കിലും ഇവരുടെ ഈ സന്തോഷകരമായ ആ ഒരു ബെഡ്റൂമിലെ ആ ഒരു നിമിഷങ്ങളൊക്കെ തനിക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞത് ഓർത്തിട്ട് ശ്രേയ സന്തോഷിക്കുക തന്നെയാണ് കേട്ടോ. എന്തൊക്കെ ചെയ്താലും ആകാശിനെയും ചാരുവിനെയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ചാരുവിൻ്റെ മനസ്സിലാകട്ടെ ആകാശിൻ്റെ മുൻകാമുകിയായ ശ്രീയ ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയും ആകാശിനെയും ശ്രേയയും ഒന്നിപ്പിക്കണം എന്നാണ് ചാരു ചിന്തിക്കുന്നത്. പക്ഷെ ആകാശിൻ്റെ മനസ്സിലിപ്പോൾ താൻ താലി കെട്ടിയ തൻ്റെ ഭാര്യയായ ചാരു മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ചാരു ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആകാശിൻ്റെ സ്നേഹവും മനസ്സും ചാരു മനസ്സിലാക്കുന്നു. ആകാശിൻ്റെ മനസ്സിൽ ഇനി മുൻകാമുകിക്ക് ഒരു എന്താ പറയുക ഒരു നേരിയ സ്ഥാനം പോലും ഇല്ലെന്നുള്ള സത്യം ചാരു എത്രയും പെട്ടെന്ന് തിരിച്ചറിയുകയും ആകാശമൊത്തുള്ള ഒരു സുന്ദരമായ ജീവിതം ഉണ്ടാവുകയും ചെയ്യും. വീണ്ടും അടുത്ത കിട്ടുന്ന വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.